ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മളിന്ന് മമ്മൂക്കാടെ ഒരു കട്ട ആരാധകനായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറുണ്ട്. ഞാൻ ഈ പേര് പറഞ്ഞപ്പോൾ തന്നെ ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങൾക്ക് ആളെ പിടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ തമ്പ്ലൈൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഗുഡ്വില്ലിൻ്റെ ജോബി ജോർജ്. ഇദ്ദേഹം ഒരു കട്ട മമ്മൂട്ടി ആരാധകനാണ്. എനിക്കൊന്ന് ആദ്യമായിട്ട് ഇദ്ദേഹം മമ്മൂക്കായെ വെച്ചിട്ട് സംവിധാനം ചെയ്ത സിനിമ കസബ ആണെന്ന് തോന്നുന്നു. അതിനുശേഷം പിന്നീട് ഇദ്ദേഹം എബ്രാമിൻ്റെ സന്തതിയിലെടുത്തു. അവസാനമായിട്ട് തിയേറ്ററിലെത്തിയത് ഷൈലോക്ക് എന്ന് പറയുന്ന സ്റ്റൈലിഷ് കഥാപാത്രമായിട്ടുള്ള മമ്മൂക്കാടെ സിനിമ തന്നെയായിരുന്നു. ആ ഒരു സിനിമ വലിയ രീതിയിലൊരു ഓളം സൃഷ്ടിച്ചു. ഫാൻസുകാരെയൊക്കെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമയാണ് മമ്മൂക്കാടെ ഒരു സ്റ്റൈലിഷ്, അതിൽ നമ്മൾ അതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഒരു സിനിമയായിരുന്നു ഷൈലോക്ക്. അതിനകത്ത് മമ്മൂക്കാടെ വ്യത്യസ്തമായിട്ടുള്ള 2 റോളുകളാണ് മമ്മൂക്ക ആ സിനിമയിൽ ചെയ്തിരിക്കുന്നത്. സിനിമ ഗംഭീരമായിരുന്നു. അപ്പം ഒരു ഓൺലൈൻ മാധ്യമത്തിന് നമ്മുടെ ജോബി ജോർജ് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിൽ ഈ സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഒരു കട്ട മമ്മൂക്ക ആരാധകനാണ്. അതിനുശേഷം ഇപ്പോൾ ഇദ്ദേഹം അവസാനമായിട്ട് എടുത്തിരിക്കുന്ന സിനിമ എന്ന് പറഞ്ഞത് നമ്മുടെ ആസിഫ് അലി നായകനായിട്ടുള്ള രേഖാചിത്രം. അത് വലിയ രീതിയിലുള്ള ഒരു കളക്ഷൻ നേടിയിട്ടുള്ള ഒരു സിനിമയാണ്. അതിനുശേഷം അവസാനമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇപ്പം തിയേറ്ററിൽ വന്നൊരു സിനിമ ജോജു ജോർജും അലൻസിയറൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു സിനിമ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം തിയേറ്ററിൽ റിലീസ് ഒരു ഫാമിലി എൻ്റർടൈൻ ചിത്രമായിട്ടാണ് വന്നത്. നമുക്ക് എന്താണെങ്കിലും ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ജോബി ജോർജ് പറയുന്നത്, അല്ലെങ്കിൽ മമ്മൂക്കയെ കുറിച്ചിട്ട് ജോബി ജോർജ് പറയുന്നത് എന്താണ് ഒന്നത് കേട്ടിട്ട് തെറ്റം തിരിച്ചു വരാം. ഒരു ബെൻസ് കാർ മതി എന്നായിരുന്നു അജയ് വാസ്തവ് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, അജയ് വേണ്ട, എൻ്റെ കറുത്ത റോൾസ് റോയ്സ് നമുക്ക് അതിന് ഉപയോഗിക്കാന്ന് പറഞ്ഞു. മനസ്സിലായി? ഇതായിരുന്നു എൻ്റെ സത്യം. അപ്പോ ഈ കറുത്ത റോൾസ് റോയ്സ് എടുക്കുമ്പോൾ അന്ന് ഈ ടെക്നിക്കലി മമ്മൂക്കയുടെ കോസ്റ്റ്യൂം എന്ന് പറയുന്നത് വൈറ്റ് ആയിരുന്നു. ആദ്യം പ്ലാൻ ചെയ്യുമ്പോൾ ഒരു ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ മമ്മൂക്കയുടെയൊക്കെ ഭയങ്കര ജഡ്ജ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ തോട്ടുകളും അയാളുടെ ചിന്താഗതിയൊക്കെ ഭയങ്കര വലുതാണ്. മമ്മൂക്ക പെട്ടെന്ന് അത് മാറ്റിയിട്ട് പറഞ്ഞു, ഞാൻ ബ്ലാക്ക് ആവുകയെന്ന് പറഞ്ഞു. അപ്പോൾ റോൾസ് റോയ്സ് തന്നെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ചിന്തിച്ചോളാം, എന്നാൽ ഇതങ്ങ് റാപ്പ് ചെയ്ത് വൈറ്റ് ആക്കിയാലോ, കോൺട്രാസ്റ്റ് ആവില്ല. അങ്ങനെ അവരൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാനിത് എൻ്റെ മനസ്സിൽ തോന്നിയപ്പം ഞാൻ നേരെ ഈ കറുത്ത സാധനം എറണാകുളത്തൊരു പയ്യനെ കൊണ്ട് റാപ്പ് ചെയ്ത് വൈറ്റ് ആക്കി. നമ്മുടെ ഗുഡ്വില്ലിന്റെ തന്നെ റോൾസ് റോയ്സ്, അതാണ് അതിന്റെ റോൾസ് റോയ്സ്. അല്ലാതെ പിന്നീട് ആ കാർ എടുത്തതല്ല, ആ റോൾസ് റോയ്സ് ഞങ്ങളുടെ ആദ്യമേ ഉണ്ടായിരുന്നു. നമ്മുടെ റോൾസ് റോയ്സ്. അപ്പൊ ഇഷ്ടപ്പെട്ട് മേടിച്ചല്ലേ ബ്ലാക്ക്? ഇപ്പൊ വൈറ്റ് ആക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അങ്ങനെ കളറിനോടൊന്നും ഒരു അങ്ങനെ വലിയ കാര്യമൊന്നുമില്ല. സിനിമയുടെ നിർമ്മാതാവായിട്ടുള്ള ജോബി ജോർജ് ആ സിനിമയിൽ മമ്മൂക്കാക്ക് കൊടുത്ത റോൾസ് റോയ്സിന്റെ കാറിന്റെ ഇതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഇദ്ദേഹം മമ്മൂക്കാട് ഒരു കട്ട ആരാധകനാണ്. കാരണം ഭയങ്കര ബിഗ് ഫാനാണ് മമ്മൂക്കാട്. അതുകൊണ്ട് തന്നെയാണ് മമ്മൂക്കാട് അങ്ങനെയുള്ള സിനിമകൾ ഇദ്ദേഹം പ്രൊഡ്യൂസ് ചെയ്തതും ആ സിനിമകളൊക്കെ ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടുകയും അവസാനമായിട്ട് ഇദ്ദേഹം എടുത്തിട്ടുള്ള സിനിമയാണ് ഈ പറഞ്ഞ ഷൈലോക്ക് എന്ന് പറഞ്ഞ ആ സ്റ്റൈലിഷ് സിനിമ. അതിനകത്ത് മമ്മൂക്കാട് ഓരോ സീനും, അദ്ദേഹത്തിൻ്റെ ആക്ഷൻ സീനുകളായിക്കോട്ടെ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഓരോ ഡയലോഗ് പോർഷൻ ആയിക്കോട്ടെ, എല്ലാം പ്രേക്ഷകരെ തൃപ്തിപ്പെടുത്തിയ ഒരു സിനിമ തന്നെയായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇനി വീണ്ടും മമ്മൂക്കായും ജോബിയും ഒന്നിക്കുമോ എന്നൊക്കെ ഉള്ള ചോദ്യങ്ങളൊക്കെ പല ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. പേഴ്സണലായിട്ട് ഞാനും അത്തരത്തിലുള്ള ഒരു ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചിട്ടുണ്ട്. സിനിമ ഉണ്ടാവും, തീർച്ചയായിട്ടും അത്തരത്തിലുള്ള നല്ലൊരു സിനിമ വരും എന്ന് തന്നെയാണ് നമ്മുടെയും പ്രതീക്ഷ. നമുക്കത് കാത്തിരിക്കാം. ജോബി ജോർജും മമ്മൂക്കായും ഗുഡ്വില്ലും ഒക്കെ ചേരുമ്പോഴത്തേക്ക് വലിയൊരു സിനിമ ആയിരിക്കും വരുന്നത്. കാരണം ഇനി ഒരു ചെറിയ സിനിമയെ കുറിച്ചിട്ട് ജോബിക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല, പ്രത്യേകിച്ച് മമ്മൂക്ക എന്ന് പറഞ്ഞൊരു നടനെ വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഇപ്പം ചെറിയ സിനിമകളൊക്കെ എടുക്കുന്നു. ആ സിനിമകളൊക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സിനിമകളാണ് ഗുഡ്വിൽ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ സിനിമകളൊക്കെ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നുണ്ട്, സിനിമകൾ പ്രേക്ഷകരിലേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു വീഡിയോ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വലിയൊരു അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. അപ്പോൾ ജോബി ചേട്ടാ, അടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഞങ്ങളും കാത്തിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള റിപ്ലൈ തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബൈ.